ഈ ഒരാഴ്ച നടന്ന സംഭവമാണ്. ജിംഷിദ ഇന്ന് 10 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. നോക്കാൻ വേണ്ടി നോക്കിയതല്ല, എന്നാലും ടച്ച് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു 3 പ്രാവശ്യം നോക്കി. എവിടെ, വലിയ ടച്ചൊന്നും ചെയ്യുന്നില്ല. ദീപകിന്റെ കയ്യ് ബസ് ഇങ്ങനെ ഇളകും വെച്ചാൽ അയാളുടെ കൈ ഇങ്ങനെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ടെന്നല്ലാതെ അത് വെച്ച് ഇവളിങ്ങനെ വീഡിയോ എടുത്തു. എന്തിനു വേണ്ടി? റീച്ചിന് വേണ്ടി. ഇപ്പൊ റീച്ചായില്ലേ? എന്താ സഹോദരങ്ങളെ, എന്താണ് ഇന്നത്തെ ഒരിത്തിരി 4 ഇംഗ്ലീഷ് പഠിച്ചപ്പോ പെൺകുട്ടികളുടെ നെകളിപ്പ് എന്താണ് നോക്കൂ. ചില സമയത്ത് അവള് ജീൻസും ഷർട്ടുവാ, പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ പർദ്ദയുടെ അകത്തോട്ട് കയറി. അല്ലേ? എന്താ ഹബീബിങ്ങളെ ഇതൊക്കെ? കല്യാണത്തിന് ജീൻസ്, മരണ വീട്ടിൽ ഫർദ. ഇന്നിപ്പം ഫർദയ്ക്ക് സ്ഥാനം മരിച്ച വീട്ടിൽ മാത്രം. അവിടെ എത്തിയില്ലേ? നോക്കൂ, സൺഡേ കല്യാണം, നിക്കാഹ്. അതിനു മുമ്പ് ഫ്രൈഡേ, സാറ്റർഡേ എന്താ നടക്കുന്നത്? മഞ്ഞ കല്യാണവും പച്ച കല്യാണവും. ലക്ഷങ്ങൾ പൊടിപൊടിക്കുകയാ, ലക്ഷങ്ങൾ. ഈയിടെ നിക്കാഹ് നടത്തിയ ഉസ്താദിന് എന്ത് കൊടുക്കണമെന്ന് പെണ്ണിന്റെ വാപ്പ അടുത്തിരുന്ന ആളോട് ചർച്ച ചെയ്യുക, അളിയനോട്. അളിയൻ പറഞ്ഞു 500. പെണ്ണിന്റെ വാപ്പ 1000 കൊടുക്കാനിരുന്നതാ. അളിയന്റെ വാക്ക് കേട്ടിട്ട് 500. മനസ്സിലായില്ലേ? ദയവ് ചെയ്ത് ചാലിയത്തുള്ള മോമിനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പൊന്നു മക്കളുടെ നിക്കാഹ് നടത്തി കൊടുക്കുന്ന ഉസ്താദിന് ഒരു അൽഫൈനി. നരേന്ദ്രമോദി നിരോധിച്ച ആ നോട്ടില്ലേ, റോസ് കളർ നോട്ട്, അള്ളാഹു അത് തിരിച്ചു കൊണ്ടുവരണേ അല്ലാ. ആമീൻ പറഞ്ഞില്ല അല്ലേ? എന്റെ പൊന്ന് ഹബീബിങ്ങളെ, ഒരു 2000 രൂപ നിങ്ങളുടെ പൊന്നാരം മകന്റെ കൈപിടിച്ച് ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുത്ത്, അത് മഹത്തായ ഒരു കരാറല്ലേ കല്യാണം. അവിടെ കൊടുക്കാനില്ല. എന്നാൽ ഈ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന ഉസ്താദിന്റെ മുമ്പിൽ 9 വീഡിയോ ക്യാമറയാ. ഞാൻ ഈയിടെ പെണ്ണിന്റെ ബാപ്പാട്ട ചോദിച്ചു, അല്ല ഇതിനൊക്കെ വാടക? അതൊക്കെ ഫ്രീയാ, അതൊക്കെ ഫ്രീയാ.